ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ ശക്തി ഭാവിയിൽ ലോകമെങ്ങനെ ഉപയോഗിക്കുമെന്നതിന്റെ തെളിവായിരുന്നു AI ഇംപാക്ട് ഉച്ചകോടിയെന്ന് മൻ കി ബാത്തിന്റെ 131 പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. രാജ്യത്ത് അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി. കർഷകർ ഭൂമിയുടെ യഥാർത്ഥ പരിപാലകരെന്ന് പ്രധാനമന്ത്രി. തൃശൂർ ജില്ലയിലെ നെൽവയൽ കൃഷിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ ശക്തി ഭാവിയിൽ ലോകം എങ്ങനെ ഉപയോഗിക്കുമെന്നതിന്റെ തെളിവായിരുന്നു ന്യൂഡൽഹിയിൽ നടന്ന ഗ്ലോബൽ AI ഇംപാക്ട് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 131 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഉച്ചകോടിയിലെ 2 ഉത്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള നേതാക്കളെ വളരെയധികം ആകർഷിച്ചതായും ശ്രീ മോദി വ്യക്തമാക്കി. T20 ലോകകപ്പ് മത്സരങ്ങളിലെ ഭാരതീയരെ മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബ് സ്വദേശിയും കനേഡിയൻ ടീം ക്യാപ്റ്റനുമായ ദിൽപ്രീത് ബാജ്വ ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. ന്യൂസിലൻഡ്, UAE, ഇറ്റലി എന്നീ ടീമുകളിലെ ഇന്ത്യൻ വംശജരായ കളിക്കാരെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭാരതീയർ മറ്റു രാജ്യങ്ങളിലെ യുവാക്കൾക്കും പ്രചോദനമായി മാറുകയാണെന്നും ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയ ആലിൻ ഷെറിൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആലിന്റെ മാതാപിതാക്കളുടെ വേദന വാക്കുകൾക്ക് അതീതമാണെന്നും എന്നാൽ അവരുടെ തീരുമാനം ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ ബഹുമാനം നിറച്ചതായും അദ്ദേഹം പറഞ്ഞു. അവയവദാനം അവരുടെ ഉയർന്ന ചിന്തയുടെയും വ്യക്തിത്വത്തിന്റെയും അടയാളമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിൽ അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ. പത്തനംതിട്ടയിൽ ഈ മാസം 5-നുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ കരളും വൃക്കകളും ഹൃദയവാൽവും നേത്രപടലങ്ങളുമാണ് ദാനം ചെയ്തത്. आलिन शेरिन अब्राहम आज हमारे बीच नहीं है, लेकिन उसका नाम देश के कम उम्र की ऑर्गन डोनर्स में जुड़ गया है. साथियों, इन दिनों भारत में ऑर्गन डोनेशन को लेकर जागरूकता लगातार बढ़ रही है. इससे उन लोगों की मदद हो रही है जिन्हें इसकी जरूरत है. इसके साथ ही देश में मेडिकल रिसर्च को भी बल मिल रहा है. അവയവദാനത്തിലൂടെ പുതുജീവൻ ലഭിച്ച ഡൽഹി സ്വദേശിനി ലക്ഷ്മി ദേവി, പശ്ചിമബംഗാൾ സ്വദേശി ഗാരംഗ് ബാനർജി, രാജസ്ഥാനിലെ രാംദേവ് സിംഗ് എന്നിവരെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. നാളെ രാഷ്ട്രപതി ഭവനിൽ രാജാജി ഉത്സവ് ആഘോഷിക്കുമെന്നും രാഷ്ട്രപതി ഭവനിൽ ശ്രീ രാജഗോപാലാചാര്യയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഭാരതീയ ഗവർണർ ജനറലായിരുന്നു ശ്രീ രാജഗോപാലാചാരി. രാഷ്ട്രപതി ഭവനിൽ സ്ഥാപിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ശില്പി എഡ്വിൻ ലറ്റിയൻസിന്റെ പ്രതിമയ്ക്ക് പകരം രാജാജിയുടെ പ്രതിമ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ അറസ്റ്റിനെപ്പറ്റിയും ഡിജിറ്റൽ ഫ്രോഡിനെപ്പറ്റിയും സമൂഹത്തിൽ കാര്യമായ അവബോധം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാവരും KYC നോ യുവർ കസ്റ്റമർ പ്രക്രിയയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു. ബാങ്ക് ശാഖയിലൂടെയോ ഔദ്യോഗിക ആപ്പിലൂടെയോ അംഗീകൃത മീഡിയത്തിലൂടെയോ മാത്രമേ KYC അല്ലെങ്കിൽ KYC ചെയ്യാവൂ എന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. OTP, आधार नंबर या बैंक खाते संबंधी जानकारी किसी को भी न दें और सबसे अहम बात, अपने पासवर्ड को समय समय पर जरूर बदलते रहें. याद रखिए, सही KYC समय पर KYC करे खाता सुरक्षित, बने सशक्त नागरिक, क्योंकि सशक्त नागरिकों से ही बनता है मजबूत और आत्मनिर्भर भारत. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ ഈ വിഷയങ്ങളിൽ ഒരു സാമ്പത്തിക സാക്ഷരതാ വാരം സംഘടിപ്പിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു.
നമ്മുടെ കർഷകർ വെറും ഭക്ഷ്യദാതാക്കൾ മാത്രമല്ല, അവർ ഭൂമിയുടെ യഥാർത്ഥ പരിപാലകരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേവലം ഉത്പാദനത്തിൽ മാത്രമല്ല, ഗുണനിലവാരത്തിലും മൂല്യവർദ്ധനവിലും പുതിയ വിപണികളിലും കർഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പരമ്പരാഗത കൃഷി, പച്ചക്കറികൾ, പഴങ്ങൾ, മത്സ്യകൃഷി എന്നിവ ഒരിടത്ത് തന്നെ ചെയ്യുന്ന ഒഡീഷയിലെ ഹിരോത് പട്ടേൽ എന്ന യുവ കർഷകനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കാർഷിക ഉത്പന്നങ്ങൾ ഇപ്പോൾ വിമാനമാർഗ്ഗത്തിലൂടെയും എളുപ്പത്തിൽ വിദേശ രാജ്യങ്ങളിൽ എത്തുന്നതായി ശ്രീ മോദി പറഞ്ഞു. കർണാടകയിലെ നഞ്ചൻഗുഡ വാഴപ്പഴം, മൈസൂരു വെറ്റില, ഇൻഡി നാരങ്ങ എന്നിവ മാലദ്വീപിലേക്ക് കയറ്റി അയച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉത്പാദക രാജ്യമായി ഇന്ത്യ മാറിയതായി പറഞ്ഞ പ്രധാനമന്ത്രി തൃശൂർ ജില്ലയിൽ ഒരു വയലിൽ 570 ഇനം നെൽകൃഷി ചെയ്യുന്നതായും പരാമർശിച്ചു. പ്രാദേശിക ഇനങ്ങൾ, ഔഷധ ഇനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ ഈ രീതി കൃഷി മാത്രമല്ല, വിത്തുകളുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ പ്രചാരണം കൂടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാരതപ്പുഴയുടെ തീരത്ത് നടന്ന കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവവും മൻ കി ബാത്തിൽ ഇടം നേടി. വാമൊഴിയായി അറിഞ്ഞ് ആയിരക്കണക്കിന് പേർ തിരുനാവായയിൽ എത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് കേവലം സ്നാനം ചെയ്യലിന്റെ ഉത്സവമല്ല, ഓർമ്മയുടെ ഉണർവാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. इस बार बिना किसी बड़ी घोषणा के केरला कुंभ का सफल आयोजन हुआ. साथियों, महाकुंभ हो या केरला कुंभ, ये केवल स्नान का पर्व नहीं है. यह स्मृति का जागरण है. यह संस्कृति का पुनर्स्मरण है. उत्तर से दक्षिण तक नदियां भले अलग हो, किनारे भले अलग हो, पर आस्था की धारा एक ही है. यही भारत है. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കൊപ്പമുള്ള കൂടിക്കാഴ്ചയും സംഭാഷണങ്ങളും ഓർത്തെടുത്ത പ്രധാനമന്ത്രി അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഈ മാസം 24-നാണ് ജയലളിതയുടെ ജന്മവാർഷികം. സ്ത്രീകൾക്ക് വേണ്ടി ജയലളിത നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഈ മാസത്തെ പരീക്ഷാ പേ ചർച്ചയെപ്പറ്റി പരാമർശിച്ച പ്രധാനമന്ത്രി കുട്ടികൾ ഒറ്റയ്ക്കല്ലെന്നും അവരുടെ മൂല്യം മാർക്ക് ഷീറ്റിലൂടെ നിർണ്ണയിക്കപ്പെടുന്നില്ല എന്നും അഭിപ്രായപ്പെട്ടു. സ്വയം വിശ്വസിക്കണമെന്നും മാതാപിതാക്കളും അധ്യാപകരും അവരെ വിലയിരുത്തുന്നത് മാർക്കിലൂടെയല്ല, മറിച്ച് പരിശ്രമത്തിലൂടെയാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. പുണ്യമാസമായ റമദാൻ, ഹോളി ആശംസകൾ നേർന്നാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ ഈ പതിപ്പ് അവസാനിപ്പിച്ചത്. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും പ്രാദേശിക ഉത്പന്നങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാം സ്വദേശി ഉത്പന്നങ്ങൾ വാങ്ങുമ്പോൾ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാവുകയാണ് എന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിന്മേൽ ചർച്ച നടക്കും. ഈ മാസം 27 വരെ ചേരുന്ന സഭ പിന്നീട് മാർച്ച് 4-ന് വീണ്ടും സമ്മേളിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ജില്ലകളിൽ ഇന്നലെ വേനൽ മഴയെത്തി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം ഇന്ന് രാത്രി 7:30-ന് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ഇതോടനുബന്ധിച്ച് നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കാണികൾക്കായി പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങളും യാത്രാ ക്രമീകരണങ്ങളും നിശ്ചയിച്ചു. രാത്രി 11:30 വരെ മെട്രോ സർവീസ് നടത്തും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. electoral.search.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം വരെ ഇനിയും പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാൻ അവസരമുണ്ട്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തിറക്കിയത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആറന്മുള സ്ട്രോങ് റൂമിൽ വീണ്ടും പരിശോധനയ്ക്കെത്തി. ഇന്നലെ മുതൽ പരിശോധന തുടരുന്നതായാണ് വിവരം. പരിശോധന മറ്റന്നാൾ വരെ തുടരും. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ ശക്തി ഭാവിയിൽ ലോകം എങ്ങനെ ഉപയോഗിക്കും എന്നതിന്റെ തെളിവായിരുന്നു AI ഇംപാക്ട് ഉച്ചകോടിയെന്ന് മൻ കി ബാത്തിന്റെ 131-ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറീൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. രാജ്യത്ത് അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി. കർഷകർ ഭൂമിയുടെ യഥാർത്ഥ പരിപാലകരെന്ന് പ്രധാനമന്ത്രി. തൃശൂർ ജില്ലയിലെ നെൽവയൽ കൃഷിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം.
കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.